ഇനി ഈ ഫയലിൽ നമ്മളിനി ഒരു എലിവേഷൻ വരയ്ക്കുകയാണ്. ഒരു സെക്ഷൻ ഓൾറെഡി വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലെവലുകളെല്ലാം സെക്ഷൻ എടുക്കാൻ പറ്റും. അതാണ് നമ്മൾ ആദ്യം സെക്ഷൻ വരയ്ക്കാൻ തന്നെ കാരണം. അപ്പോൾ കൃത്യമായിട്ട് നമ്മളുടെ ഫ്ലോർ ഹൈറ്റും കാര്യങ്ങളെല്ലാം അതിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്താൽ മതി? അവിടെ നിന്നും പ്രൊജക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ലൈൻ കമാൻഡ് ഉപയോഗിച്ചിട്ട് വരയ്ക്കുകയാണ്. അതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ലെയർ എപ്പോഴെങ്കിലും മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും നമ്മുടെ കറൻറ്റ് ലെയർ 0യിലേക്ക് മാറ്റുക. അതിനുശേഷം ലൈൻ കമാൻഡ് ഉപയോഗിക്കുക. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അതിൽ DF പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ലെയർ കാണാം. അത് ഓട്ടോകാഡ് ഉണ്ടാക്കുന്ന ഒരു ലെയറാണ്. അതിൽ യാതൊരു കാരണവശാലും ഒരു സാധനവും നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇടാൻ പാടില്ല. അതിൻ്റെ ഉള്ളിൽ എന്തിട്ട് കഴിഞ്ഞാലും നമുക്കത് പ്രിൻ്റ് എടുക്കാനോ ഒന്നിനും പറ്റില്ല. സോ ലൈൻ കമാൻഡ് ഉപയോഗിക്കുക. F8 ഓണാക്കി ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കുക. അപ്പോൾ നമുക്ക് എവിടേക്കാണോ ലെവലുകൾ മാർക്ക് ചെയ്യേണ്ടത്, എലിവേഷനിൽ നിന്ന് എടുക്കേണ്ടത്, സെക്ഷനിൽ നിന്നും എടുക്കേണ്ടത്, അവിടെയെല്ലാം എന്ത് ചെയ്യാം? ഇത്തരം ലൈനുകൾ വരയ്ക്കുക. ഇപ്പോൾ 0 ഗ്രൗണ്ട് ലെവൽ വരച്ചു, ബേസ്മെൻറ്റ് ഫ്ലോർ ലെവൽ, അതുമാതിരി സൺഷെയ്ഡിൻ്റെ 2 ലൈൻ, അതുമാതിരി സ്ലാബിൻ്റെ 2 ലൈൻ, അതുമാതിരി പാരപ്പറ്റിൻ്റെ ഹൈറ്റും. അപ്പോൾ ഇത്രയും ലൈൻസ് ഇവിടെ വരച്ചു. ഇനി സെക്ഷൻ ചെയ്ത മരത്തിന് നമ്മൾ എക്സ് ലൈൻ ഉപയോഗിച്ചിട്ട് വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കുകയാണ്. നമ്മുടെ ഏതെല്ലാമാണ് ഈ ഒരു ഫ്രണ്ട് എലിവേഷൻ കാണുന്നത്, ആ പോയിൻ്റുകൾ മാത്രം പ്രൊജക്റ്റ് ചെയ്യുക. അവിടെ ഉണ്ടാവും. അതുമാതിരി കോർണറിൽ ഈ ചുമരിലുണ്ടാവും. അതേമാതിരി അപ്പുറത്ത് ആ ഒരു തൂണുണ്ട്. ആ തൂണിൻ്റെ 2 സൈഡിലും ഓരോ ലൈൻ. താഴേക്കുള്ള ബേസ്മെൻറ്റ് പ്രൊജക്ഷനും കാര്യങ്ങളും നമ്മളത് രണ്ടാമത് ചെയ്യുന്ന മുകളിൽ വന്നിട്ട്. അപ്പോൾ ആ ഒരു ബേസ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അത്രയും കാര്യങ്ങൾ നമുക്ക് ട്രിം ചെയ്തിട്ട് കളയാൻ പറ്റും. അപ്പോൾ മുകളിൽ നിന്ന് പാരപ്പറ്റിൻ്റെ മുകളിലേക്കുള്ള ഭാഗവും ട്രിം ചെയ്തു. അതേമാതിരി തന്നെ താഴെ ബേസ്മെൻറ്റ്, അതായത് ഫ്ലോറിൻ്റെ താഴേക്കുള്ള ഭാഗം നമ്മൾ ട്രിം ചെയ്തു. ട്രിം ചെയ്തിട്ട് വേണ്ടാത്ത ലൈനുകളെല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയണം. ഓക്കെ. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ താഴെ ബേസ്മെൻറ്റ് പ്രൊജക്റ്റ് ചെയ്യാനുണ്ട്. സോ അവിടെ 5 സെൻറ്റിമീറ്റർ നമ്മൾ വിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അവിടെ എന്ത് ചെയ്യാം? വീണ്ടും എക്സ് ലൈൻ വെച്ച് പ്രൊജക്റ്റ് ചെയ്യാം. അപ്പോൾ അത് 2 ലൈനേ ഉണ്ടാവുള്ളൂ, ഒന്ന് അപ്പുറത്തെ എൻഡിലും ഇപ്പുറത്തെ എൻഡിലും. സോ അത് രണ്ടും വന്നു. ഫില്ലറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി, അവിടെ എളുപ്പം ഫില്ലറ്റാണ്. ഓക്കെ. ഇനി താഴേക്കുള്ള ഭാഗം എന്ത് ചെയ്യാം? ട്രിം ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി ബാക്കി ലൈനുകൾ, ഇപ്പോൾ സൺഷെയ്ഡിൻ്റെ കേസാണെങ്കിൽ നമ്മൾ 60 ഓഫ്സെറ്റ് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ ട്രിം ചെയ്തിട്ട് ക്ലീൻ ചെയ്യുക. ഇതെല്ലാം സാധാരണ ട്രിം, ഓഫ്സെറ്റ്, ആ കാര്യങ്ങൾ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈ സൺഷെയ്ഡ് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ എലിവേഷനിൽ വോളിൻ്റെ ലൈൻ ഉള്ളിലൂടെ പോകുന്നുണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യുക? ട്രിം ചെയ്ത് ക്ലീൻ ചെയ്യണം. അപ്പോൾ ആ സൺഷെയ്ഡ് ആ ഒരു ചുമരിനെയും പില്ലറിനെയും എല്ലാം ചുറ്റി പോവുകയാണ്. ഓക്കെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ലാബിൻ്റെ പ്രൊജക്ഷൻ. സ്ലാബിന് നമ്മൾ 30 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 30 പ്രൊജക്ഷൻ എന്ത് ചെയ്യുക? ഇവിടേക്ക് ഓഫ്സെറ്റ് ചെയ്ത് വയ്ക്കുക. അതും മുന്നേ പറഞ്ഞ മാതിരി തന്നെ എല്ലാം ട്രിം ചെയ്ത്. അപ്പോൾ നമ്മുടെ എലിവേഷൻ ഒരു സിമ്പിൾ എലിവേഷൻ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ വരച്ച് പോണത്. എത്രമാത്രം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കണു അതിനനുസരിച്ച് ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ആ സ്ലാബിൻ്റെ പ്രൊജക്ഷനും കളഞ്ഞു. സ്ലാബിൻ്റെ പ്രൊജക്ഷൻ നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ട്രിം ചെയ്ത് കളഞ്ഞു. ഇനി ശ്രദ്ധിക്കേണ്ട ഈ 2 ലൈനുകളാണ്. ഈ 2 ലൈനും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ താഴെ ലിൻഡലിൻ്റെ മുകളിലേക്ക്, ഒരു സൺഷെയ്ഡിൻ്റെ മുകളിലേക്ക് അവിടെ എന്ത് ചെയ്യും? ബീമും അല്ലെങ്കിൽ വോളും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ലൈനുകൾ കാണില്ല, അവിടെ ഫ്ലഷ് ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ. ഇനി പാരപ്പറ്റ് ഉണ്ട്. പാരപ്പറ്റിൻ്റെ അതുമാതിരി തന്നെ എന്ത് ചെയ്യാം? നടുവിലുള്ള ലൈന് കാണില്ല, കാരണം അവിടെ സ്ലാബ് വന്നതിന് ശേഷം അത് ഒറ്റയടിക്കാണ് പോകുന്നത്. ഇതെല്ലാം ട്രിം ചെയ്തു. പാരപ്പറ്റിൻ്റെ ഔട്ടർ ലൈൻ മാത്രമേ കാണുള്ളൂ, എലിവേഷൻ ആയതുകൊണ്ട്. സോ അത്രയും വരച്ച് കഴിഞ്ഞു.
ഇനി സ്റ്റെപ്പ് വരയ്ക്കാം. സ്റ്റെപ്പിന് 2 ലൈൻ പ്രൊജക്റ്റ് ചെയ്തു. അവിടെ നിന്ന് എന്ത് ചെയ്യാം, 15 മുകൾ ബാക്കി ട്രിം ചെയ്ത് കളഞ്ഞു. ഇനി താഴോട്ട് നമുക്കറിയാം 15 സെൻറ്റിമീറ്റർ വെച്ചത് എന്ത് ചെയ്യാം, നമുക്ക് ഓഫ് സെറ്റ് ചെയ്തിട്ട് ആ 3 കാരണം 45 സെൻറ്റിമീറ്ററാണ് നമ്മുടെ ബേസ്മെൻറ്റ് പ്രൊജക്ഷൻ നമ്മൾ കൊടുത്തിട്ടുള്ളത്, ലെവൽ ഡിഫറൻസ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് 15, 15, 15. ഇനി 60 ആണെന്നുണ്ടെങ്കിൽ 4 എണ്ണം കൊടുക്കേണ്ടി വരും. ഓക്കെ, സ്റ്റെപ്പായി. ഇനി ഡോറ് വരയ്ക്കാം. ഇപ്പോൾ ഡോറിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി വരച്ചതാണ്, ഇവിടെ നിന്ന് അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അത് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് സൺഷെയ്ഡിൻ്റെ ഉയരം തന്നെയാണ്. ഓൾറെഡി നമ്മളവിടെ സൺഷെയ്ഡ് വരച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ചെയ്ത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്റേ നമുക്കിവിടെ വരച്ച് നോക്കാം. വരച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് സൺഷെയ്ഡിൻ്റെ അതേ ഉയരം തന്നെയാണ്. അപ്പോൾ അവിടെ ഡോറാണ്. ഡോറിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 സംശയം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് അളന്ന് നോക്കാം. ഇവിടുന്ന് സൈഡിലേക്ക് അളക്കുമ്പോൾ ആ ഒരു അളവ് 100 കാണിക്കും. ഓഫ് സെറ്റ് 100. പിന്നെ 3 സൈഡും, മുകളിൽ ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്, താഴെ ഉണ്ടാവില്ല. നമ്മൾ ഫ്രെയിം എന്ത് ചെയ്യണം, ഓഫ് സെറ്റ് ചെയ്യണം. സോ 5 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് ഓഫ് സെറ്റ് ചെയ്യണത്. വീണ്ടും ഫില്ലറ്റ് ചെയ്യുക, കോർണറുകളെല്ലാം ഫില്ലറ്റ് ചെയ്യുക, ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ട്രിം ചെയ്യുക. ഓക്കെ, ഇനി വിൻഡോ ഉണ്ട്, അതായത് ഫ്രണ്ടിലെ വിൻഡോ. ഈ ഫ്രണ്ടിലെ വിൻഡോൻ്റെ അതേ പൊസിഷനിലും അതേ സൈസിലുമാണ് നമ്മുടെ സെക്ഷനിലും ആ വിൻഡോ കാണുന്നത്. കണ്ടോ? അപ്പോൾ ആ സെക്ഷനിൽ കാണുന്നതുകൊണ്ട് തന്നെ അതേ പൊസിഷനിലായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതേ വിൻഡോ ഇങ്ങോട്ട് കോപ്പി ചെയ്ത്, കാരണം ഓട്ടോകാഡിലുള്ള ഗുണം അതാണ്, നമ്മൾ രണ്ടാമത് വരയ്ക്കേണ്ട ആവശ്യമില്ല. മാക്സിമം ഇങ്ങനെ കോപ്പി ചെയ്യാനും ഒക്കെ ഉള്ളത് അത്തരം കമാൻഡുകൾ ഉപയോഗിച്ച് കൊണ്ടുവരിക, സമയം ലാഭിക്കുക എന്നുള്ളതാണ്. ഇനി ആ ഒരു വിൻഡോൻ്റെ ലെയർ തന്നെ ഞാൻ എടുത്തിട്ട് എന്ത് ചെയ്യാണ്, ഡോറിന് അസൈൻ ചെയ്യണം. അപ്പോൾ ഡോറിൻ്റെ ആ ലൈനുകളൊക്കെ, അപ്പോൾ ലൈൻ തിക്നെസ്സും കാര്യങ്ങളും കളർഫുൾ എങ്ങനെ വേണം എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളത് കൃത്യമായിട്ട് ചെയ്യണം. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള എലിവേഷൻ വരച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ അടിയിൽ എലിവേഷൻ എന്ന് നമ്മൾ പേരെഴുതണം. അപ്പോൾ ടെക്സ്റ്റ് ഉപയോഗിച്ചിട്ട് എഴുതാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, താഴെയുള്ള പ്ലാനോ അല്ലെങ്കിൽ സെക്ഷനോ എഴുതിയത് ടെക്സ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് കോപ്പി ചെയ്തിട്ട് അവിടെ കൊണ്ടുവന്ന് വയ്ക്കാൻ പറ്റും. ഓക്കെ, എഡിറ്റ് ചെയ്യാൻ ഒന്നുകിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അതിന് മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റിംഗ് ഓപ്ഷൻ വരും. അതെന്ത് ചെയ്യാം, സെലക്ട് ചെയ്തിട്ട് എലിവേഷൻ എന്നാക്കി. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആ ഒരു സെക്ഷൻ വരയ്ക്കാൻ ഉപയോഗിച്ചത് അതിൻ്റെ ആവശ്യമില്ല. ഇനി ഈ സെക്ഷൻ ഇങ്ങനെ തിരിച്ചാണ് വരച്ചതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്ത് വെക്കണം ആ പ്ലാൻ, എന്നിട്ട് വേണം സെക്ഷൻ വരയ്ക്കാൻ. ഇനി ഇതിലൊരു ഷെഡ്യൂൾ നമുക്ക് ഇൻസേർട്ട് ചെയ്യണം, ഈ ഒരു ഷെഡ്യൂൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസേർട്ട് മെനുവിൽ പോയി കഴിഞ്ഞാൽ OLE ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞത് കാണാം. ഈ OLE ഒബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞ ശേഷം പല ടൈപ്പ് അതിൽ കാണാം. നമ്മളുടെ ഒരു ടേബിൾ മാതിരി വേണ്ടതുകൊണ്ട് നമ്മൾ എക്സൽ എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ എക്സൽ സിസ്റ്റത്തിലുള്ള എക്സൽ ഓപ്പണായി വരും. അതിൽ എങ്ങനെയാണോ നമുക്ക് ആവശ്യം, അപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഇൻഡെക്സ് ഉണ്ട്, പിന്നെ D1 അതിൻ്റെ സൈസ്, പിന്നെ ഡോർ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ഒരു ഹെഡിങ് കൊടുക്കുകയാണ്, നെയിം, അതുമാതിരി സൈസ്, അതുമാതിരി ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഇത് എടുത്തതിന് ശേഷം D1 ഇന്ന സൈസ്, D2 ഇന്ന സൈസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു എക്സൽ എങ്ങനെ ഫില്ല് ചെയ്യണോ അതുമാതിരി നമുക്ക് ഇതിൽ ഫില്ല് ചെയ്യാം. അതിൻ്റെ ഫോണ്ട്, ബാക്കി സൈസ്, കാര്യങ്ങൾ എല്ലാം നമുക്കതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഒരു എക്സൽ ഫോർമാറ്റ് ചെയ്യുന്ന മാതിരി നമുക്കതിൽ ഫോർമാറ്റ് ചെയ്തതിന് ശേഷം ഇതെന്ത് ചെയ്യാം, ഓട്ടോകാഡിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും.